ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇത് കുറേ മുന്നേ ഞാൻ എടുത്തു വെച്ചതാട്ടോ. ഞാൻ ജോബിന് പോയിരുന്ന ടൈമിൽ അവിടുത്തെ ഒരു ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷേ അത് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ഗാലറിയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതങ്ങ് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങും കേട്ടോ. 10 മണിക്കാണ് നമുക്ക് ഓഫീസ് തുടങ്ങുക. അപ്പോൾ ഞാനൊരു 9:30ക്കൊക്കെ വീട്ടിൽ നിന്ന് പോകും. അവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മളെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ വേഗം നേരത്തെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ എണ്ണ കുറവായിരുന്നു. അപ്പോൾ പിന്നെ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് എണ്ണ അടിക്കാമെന്ന് വിചാരിച്ച് എണ്ണ അടിക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. നമ്മൾ പിന്നെ നേരത്തെ ഇറങ്ങിയത് കാരണം വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയിട്ടോ. ഞാനാണ് ഫസ്റ്റ് എത്തിയത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ എത്താറുണ്ടെന്ന്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിസ്ട്രിക്ട് ലാബിൽ അവിടുത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നത്. അത് എംപ്ലോയ്മെൻറ്റ് വഴി കിട്ടിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ജോലി കഴിഞ്ഞു. നമുക്കൊരു ടെമ്പററി ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി കഴിയും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു കേട്ടോ. ജോലി ആയാലും നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളും എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബായിരുന്നു ആ ജോലി. പക്ഷേ നമുക്ക് പെർമനൻ്റ് അല്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെ തന്നെ പെർമനൻ്റ് അല്ലാത്ത ജോലിക്ക് നല്ല സുഖമാക്കണം. അപ്പോൾ ഇത് വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന ലാബാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ റിസൾട്ടൊക്കെ കയറ്റുക, അതൊക്കെയാണ് എൻ്റെ ജോലി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ കണ്ട ആരും എത്തിയിട്ടില്ല ലാബിൽ. ഞാനാണ് ഫസ്റ്റ്. അപ്പോൾ വേഗം സിസ്റ്റം ഓണാക്കിയിട്ട് നമുക്ക് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ജോലിയിലുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വർക്ക് പെൻഡിങ് വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വർക്ക് പെൻഡിങ് വരാതെ നമ്മൾ അതാത് ദിവസം എല്ലാതും അപ്ഡേറ്റ് ആയിട്ട് കയറ്റുക. വലിയ പെൻഡിങ് ഒന്നും വരില്ല. പിന്നെ അങ്ങനെ 10 മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഓഫീസിലത്തെ ഒരു സ്റ്റാഫിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ ഒരു A3 ഫ്രെയിമായിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോക്ക് പോവുക. സ്റ്റുഡിയോ കുറച്ച് അടുത്ത് തന്നെയാണ്, പക്ഷേ ട്രാഫിക് കാരണം വളരെ ലോങ് ആയ പോലെ തോന്നും. അമ്മാതിരി ട്രാഫിക്കാണ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിലെത്തി. ഇവിടെ ഗിഫ്റ്റ് പല ഗിഫ്റ്റുകളുണ്ടാവും കേട്ടോ. ഞാനെപ്പോഴും ഇവിടെ തന്നെയാണ് ഫ്രെയിമൊക്കെ ചെയ്യിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗിഫ്റ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ച് തിരിച്ച് ലാബിലേക്ക് തന്നെ പോയി. ഈവനിങ് ആണ് കേട്ടോ. നമുക്ക് ഈവനിങ് റിസപ്ഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ റിസപ്ഷന് വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റിൻ്റെ സ്വന്തം വണ്ടിയൊക്കെ ഉണ്ട്. റോട്ടിലേക്ക് ഇറങ്ങി അപ്പം ട്രാഫിക് ഇല്ലാത്ത പരിപാടിയില്ല ഇപ്പോൾ ഇവിടെ. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് കുറേ മുന്നേ ഉള്ളതാണ്. ഒരു 2-4 മാസം മുന്നേയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പിന്നെ മഴയൊക്കെ കണ്ട കാലം മറന്നേക്കണം. ഇപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് മഴയൊക്കെ കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ചെറിയ ചാറ്റൽ മഴയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. സെറ്റ് ഓഡിറ്റോറിയം കേട്ടോ. അതിൻ്റെ അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴും നല്ല അടിപൊളി വ്യൂ ഒക്കെ തോന്നുന്ന ടൈപ്പിലുള്ള ഒരു ഓഡിറ്റോറിയം. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ സാധാ കല്യാണത്തിന് പോയുള്ള പരിപാടി പോസ്റ്റ് അടിച്ചിരിക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് കുറേ അങ്ങനെയൊക്കെ കാട്ടി. ഫോട്ടോ എടുക്കുന്ന ആൾ ഞാനാണ്, മെയിനാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ കയറി ചെറുക്കിന് മണിയുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഐസ്ക്രീമും പിന്നെ പല വെറൈറ്റി ടീ ഒക്കെ ഉണ്ടായിരുന്നു. ടീ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോയില്ല, എന്തിനാ വെറുതെ. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ പോരുമ്പോൾ ഞാനൊരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, ബൈ.